നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വേനൽക്കാല ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. വൈദ്യുതി ഉപയോഗം ഉയരുന്നത് നേരിടുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരും വൈദ്യുതിയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ചൂടുകാലത്ത് വൈദ്യുതി ഉപയോഗം ഉയരുമ്പോൾ KSEB പ്രതിസന്ധിയിലാകാറുണ്ട്. എന്നാൽ ഇത്തവണ ആശങ്കയില്ലെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയും പള്ളിവാസൽ പദ്ധതിയും മുൻനിർത്തിയാണ് മന്ത്രിയുടെ വാക്കുകൾ. പള്ളിവാസൽ പദ്ധതിയുടെ പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 6 കോടിയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെന്ന് K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി 40 മെഗാവാട്ട് ശേഷിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ സയൻസ് പരീക്ഷാ പേപ്പറും ചോർത്തി. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 10ാം ക്ലാസ് ഇംഗ്ലീഷ്, +1 ക്ലാസ്സിലെ കണക്ക് എന്നീ വിഷയങ്ങൾക്ക് പുറമെ 2024-25 10ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പേപ്പറും ചോർന്നുവെന്ന് പോലീസ് കണ്ടെത്തൽ. വിഷയത്തിൽ പ്രഗത്ഭരായ സാക്ഷികൾ ഇക്കാര്യം മൊഴി നൽകി. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഒരു കൂട്ടം പ്രതികളുടെ സഹായമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മറ്റു പ്രതികളെയും ചോർച്ചയുടെ ഉറവിടവും കണ്ടെത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് പോലീസിന്റെ പരാമർശം. കാണാതായിട്ട് 7 ദിവസം. വസ്ത്രങ്ങൾ കണ്ടെത്തിയത് കാട്ടിൽ. കാണാതായ വയോധിക മരിച്ച നിലയിൽ. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് കാണാതായ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലം വീട്ടിൽ ജാനുവാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. വയോധികയെ കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസമായിരുന്നു. മൃതദേഹം അഴുകിയ നിലയിലാണ്. ഇന്നലെ കാട്ടിൽ നിന്ന് വയോധികയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. വസ്ത്രം കണ്ടെത്തിയതിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വലിയ കൊല്ലി പള്ളിക്കുന്നിൽ മലയിൽ നിന്നാണ് വസ്ത്രം ലഭിച്ചത്. പോലീസിന്റെയും ടാസ്ക് ഫോഴ്സിന്റെയും തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. കാട്ടിലേക്ക് പോയെന്ന വിവരത്തിലാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ജാനുവിന് ഓർമ്മക്കുറവുണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. എങ്ങനെയാണ് വയോധിക ഇവിടെ എത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. കാർ മതിലിടിച്ച് അപകടം. കൊല്ലത്ത് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പാരിപ്പള്ളി UKF എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ മതിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. പരവൂർ കോട്ടപ്പുറം സ്വദേശി ഹേമന്താണ് മരിച്ചത്. പരിക്കേറ്റ 3 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. പരവൂർ പാരിപ്പള്ളി റോഡിൽ പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ എഞ്ചിൻ ഊരിത്തെറിച്ചതായാണ് വിവരം. വനിതാ അഭിഭാഷകയെ ജഡ്ജി അപമാനിച്ചെന്ന ആക്ഷേപം. ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. ഹൈക്കോടതിയിൽ നാടകീയ രംഗങ്ങൾ. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആക്ഷേപത്തിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലാണ് പ്രതിഷേധം നടക്കുന്നത്. അഭിഭാഷകൻ 1D കോടതി ബഹിഷ്കരിക്കുകയാണ്. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതി മുറിയിലെത്തിയില്ല. പ്രതിഷേധത്തെ തുടർന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്.